നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച തുറന്ന കത്ത്. 10 കൃത്യമായ ചോദ്യങ്ങളിലൂടെ പിണറായി വിജയൻ സർക്കാരും കേന്ദ്രത്തിലെ ബി.ജെ.പി ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധമായ അന്തർധാര പുറത്തു കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ കത്തിലെ ഓരോ ചോദ്യവും കേരളത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയും ഭരണകൂട സുതാര്യതയും വിചാരണ ചെയ്യുന്നതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത വിധം ഒരു മുഖ്യമന്ത്രിയും കേന്ദ്ര ഭരണകൂടവും തമ്മിൽ ഒത്തുതീർപ്പിൽ ാണെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ ഈ 10 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഇടതുപക്ഷത്തിന്റെ ബി.ജെ.പി വിരുദ്ധത വെറും വേഷം കെട്ടാണെന്ന് സ്ഥാപിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഡൽഹിയിൽ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും ഒഴിവാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെ വസതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ കത്തിലെ ഒന്നാമത്തെ പ്രഹരം. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ ചീഫ് സെക്രട്ടറിയോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരോ ഒപ്പം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഈ പ്രോട്ടോകോൾ ലംഘിച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്ത് ഡീലാണ് ഉറപ്പിച്ചതെന്ന് ജനങ്ങൾക്കറിയണം. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസും ലാവ്ലിൻ കേസും അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ഇവിടെയാണോ നടക്കുന്നതെന്നാണ് വേണുഗോപാൽ ചോദിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരള ഹൗസിൽ മുഖ്യമന്ത്രി നൽകിയ പ്രഭാത ഭക്ഷണ വിരുന്നും ഉദ്യോഗസ്ഥരില്ലാതെയായിരുന്നു. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്ന് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ വരെ പോയ ഒരു സർക്കാർ മറുവശത്ത് കേന്ദ്ര ധനമന്ത്രിയുമായി ഇത്രയേറെ അടുപ്പം കാണിക്കുന്നത് എന്തിനാണ്? ഏത് സാമ്പത്തിക ക്രമക്കേടുകൾ മറയ്ക്കാനാണ് ഈ വിരുന്ന് ഉപയോഗിച്ചതെന്ന ലക്ഷ്യം പ്രസക്തമാണ്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ നിതിൻ ഗഡ്കരിയെ പുകഴ്ത്തുന്ന മുഖ്യമന്ത്രി ഡൽഹിക്ക് പുറത്ത് അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. വികസനത്തിനപ്പുറം രാഷ്ട്രീയമായി ഇവർ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ബി.ജെ.പി നേതാക്കളുമായി പിണറായി വിജയൻ പുലർത്തുന്ന ഈ വ്യക്തിപരമായ അടുപ്പം കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന ആരോപണമാണ് ഇവിടെ ഉയരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് CPI-യും അവരുടെ മന്ത്രിമാരും നഖശിഖാന്തം എതിർത്ത പദ്ധതിയാണ് PM ശ്രീ. എന്നാൽ ഈ എതിർപ്പുകളെല്ലാം മറികടന്ന് ബി.ജെ.പി സർക്കാരുമായി കരാറിൽ ഒപ്പിടാൻ മുഖ്യമന്ത്രി വാശി പിടിച്ചു. ഇത് ബി.ജെ.പിയുമായുള്ള രഹസ്യധാരണയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. തൊഴിലാളി വർഗത്തിന്റെ നേതാവെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ കേന്ദ്രം കൊണ്ടുവന്ന വിവാദമായ ലേബർ കോഡ് കേരളത്തിൽ നടപ്പിലാക്കാൻ അതീവ താല്പര്യം കാണിച്ചു. തൊഴിലാളി യൂണിയനുകളുടെ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയിൽ നിന്നും 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന കേന്ദ്ര നയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിലൂടെ ഇടതുപക്ഷത്തിന്റെ നന്മ നഷ്ടപ്പെട്ടുവെന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തുന്നു. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 40-ലധികം തവണ മാറ്റിവെക്കപ്പെട്ടു എന്നത് ലോക ചരിത്രത്തിലെ തന്നെ അത്ഭുതമാണ്. CBIയുടെ കയ്യിലുള്ള ഈ കേസ് ഇത്രയും കാലം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ സഹായിക്കുന്നത് എന്തിനാണ്? പ്രധാനമന്ത്രി മോദിയുടെ മുഖ്യമന്ത്രി പുലർത്തുന്ന വിധേയത്വത്തിന് ലഭിക്കുന്ന പാരിതോഷികമാണോ ഈ വിചാരണ അവധി എന്നും ജനങ്ങൾ സംശയിക്കുന്നു. തന്റെ കുടുംബത്തെയും സ്വത്തിനെയും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിക്കുകയാണോ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം പെട്ടെന്ന് മന്ദഗതിയിലായതിനു പിന്നിൽ കേന്ദ്ര സംസ്ഥാന ഒത്തുകളിയുണ്ടോ? കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി നേതാക്കളെ രക്ഷിക്കാൻ പിണറായി സഹായിച്ചതിന് പകരമായിട്ടാണോ മാസപ്പടി കേസ് മരവിപ്പിച്ചത്? മുഖ്യമന്ത്രിയുടെ കേസിനെതിരെ ഉണ്ടായ ED നോട്ടീസുകൾ എവിടെ പോയി എന്നും വേണുഗോപാൽ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിൽ വലിയ വിവാദമായിരുന്നു. തൃശൂർ പൂരം അട്ടിമറിക്കാനും ബി.ജെ.പിക്ക് അവിടെ വിജയം ഒരുക്കാനും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്ന് കത്ത് ആരോപിക്കുന്നു. ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ വെച്ച് RSS ബി.ജെ.പി നേതാക്കളും പിണറായി വിജയനും തമ്മിൽ ചർച്ച നടത്തിയത് എന്തിനായിരുന്നു? രാഷ്ട്രീയ ശത്രുക്കളെന്ന് അവകാശപ്പെടുന്നവർ തമ്മിൽ എന്ത് ധാരണയാണ് അവിടെ ഉണ്ടാക്കിയത്? കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാനെന്ന പേരിൽ നടന്ന ഈ ചർച്ചയ്ക്ക് പിന്നിൽ വലിയ അധികാര സമവാക്യങ്ങൾ ഉണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കിയ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസുകളിൽ കേന്ദ്ര അന്വേഷണം പാതി വഴിയിൽ നിലച്ചുപോയി. ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കേന്ദ്ര ഏജൻസികൾക്കെതിരെ സർക്കാർ ജസ്റ്റിസ് V.K. മോഹനൻ കമ്മീഷനെ നിയമിച്ചു. എന്നാൽ ഈ കമ്മീഷൻ ഇപ്പോൾ എവിടെയാണ്? ബി.ജെ.പിയുമായി ഡീൽ ഉറപ്പിച്ച ശേഷം ഈ നാടകങ്ങൾ അവസാനിച്ചില്ലേ എന്നും വേണുഗോപാൽ ചോദിക്കുന്നു. കെ.സി. വേണുഗോപാൽ ഉന്നയിച്ച ഈ 10 ചോദ്യങ്ങളും പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വസ്തതയെ തന്നെ തകർക്കുന്നതാണ്. മോദി എന്ന് പേരെടുത്ത് വിമർശിക്കാൻ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി തന്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബി.ജെ.പിക്ക് കേരളത്തിൽ വളരാൻ പാതയൊരുക്കുകയാണെന്ന ആരോപണവും തിരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം. ഈ 10 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകുന്ന മറുപടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൗനമോ ആയിരിക്കും വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ബി.ജെ.പിയുമായി വിട്ടുവീഴ്ച ചെയ്തോ എന്ന ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രിക്ക് ഇനിയും ഒഴിഞ്ഞു മാറാനാവില്ല.